Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. എന്റെ കൂടെ എപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവും. ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ ഇവര് ഫുള്ള് ദേഷ്യം വരും. എന്റെ ലൈഫ് കോഞ്ഞാട്ടി ആയി തോന്നി. ഇയാൾ എന്നെ ചതിക്കും തോന്നുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കാം. മിരി എങ്ങനെ എടുത്തിട്ടുണ്ട് ആ നാഗവല്ലിന്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ആ കുരുക എങ്ങനെ വന്നിട്ട് ന്യൂ ഇയർ പറയുന്നു, ഹാപ്പി ന്യൂ ഇയർ ഒന്ന്. ഇവിടെ കൈപിടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. ആ ന്യൂ ഇയറിന് ഫസ്റ്റ് വിഷ് ചെയ്തും കൂടെ ഇല്ല. ജ്യോതിനെ കെട്ടിപിടിച്ച് വിഷ് ചെയ്തു. Baby, you are looking so beautiful today. But you know. നിങ്ങളുടെ ഇടയിൽ ആരാണ് കൂടുതൽ ദേഷ്യം വരുന്നത്, ആരാണ് കലിപ്പൻ? ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തില്ല, അതിനായിരിക്കും അടിയ. നിങ്ങൾ ഒരിക്കലും അനക്കൊന്നും വിടൂല, അതിനെക്കുറിച്ച് സാധനം മേടിച്ചില്ല. എന്ത് ഭാഷ ഇത്? കണ്ണൂർ ഭാഷ. പക്ഷെ എനിക്ക് നല്ല ബിരിയാണി വേണം, കുറച്ച് എരിവുണ്ടായിരിക്കണം, പുളി കുറച്ച് വേണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചോ, ആ സമയത്തായിരിക്കും ഈ കുരിപ്പ് കറി എനിക്ക് വേണ്ട, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇന്ന് പരിപ്പ് കറിയും ചോറും മതി മിത്തുവട്ടാണ്. കണ്ടന്റിലാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഭാര്യയെ പേടിക്കുന്ന ഒരു ഭർത്താവാണ്. റിയൽ ലൈഫിലും പക്ഷെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് മതിയായി. സീരിയസ് എന്താണ് വേണ്ടത്? അപ്പം കോസ്റ്റ്യൂംസ് ഒക്കെ ആരാ സെലക്ട് ചെയ്ത് തരുന്നേ? സ്വന്തമായിട്ടാണ്. ചേട്ടൻ ഒരു ഫാഷൻ ഡിസൈനർ ടച്ച് ഉണ്ട്, പക്ഷെ ഫാഷൻ ഡിസൈനർ അല്ല. കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഷോസ് അവാർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ രൺവീറിന്റെയും ദീപികന്റെയും ആ കോംബോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ വീഡിയോ വളരെ സീരിയസ് ആയിട്ട് വന്ന് ചേച്ചി ഫ്ലൈറ്റിൽ പാൽ കൊടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ ചെയ്തിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞത് വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതല്ലേ. ആക്ച്വലി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു മദറിന് നോ മാറ്റർ വേർ എവർ യു ആർ, നമുക്ക് കടകളിലായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള കവറിങ് ക്ലോത്ത്സ് അവൈലബിൾ ആണ്. ബ്രസ്റ്റ് ഹായ്, ഇന്ന് എൻ്റെ കൂടെ കുറെ വിശേഷങ്ങളൊക്കെ പറയാൻ വന്നിരിക്കുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറെ കണ്ടന്റ്സ് നമുക്ക് ഇങ്ങനെ ഡെയിലി വാരി വന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം മീറ്റ് മിരി ആൻഡ് ഹായ് മിലിയോ. ഹായ് ഹായ് ഹലോ. M3. ഓ, നിങ്ങളെ തന്നെ അങ്ങനെ വിളിക്കുന്നേ? ആരോ വിളിച്ചത് പിന്നെ ഞാൻ ഏറ്റെടുത്തുന്നല്ലേ. മിലിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? മിലു ആദ്യമായിട്ടാ ഇങ്ങനെ ഇന്റർവ്യൂല് ഇരിക്കുന്നത്. ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് വയ്യ. അതെന്ത് ഈ പെമ്പിള്ളേരെ ഇപ്പൊ പെമ്പിള്ളേരെ മാത്രമേ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ സോ ബ്യൂട്ടിഫുൾ അല്ല, ബ്യൂട്ടി പറയാം. ഹാൻസം ചേട്ടാ. താങ്ക് യു. പറയുവാണെങ്കിൽ ചേട്ടന്റെ കോസ്റ്റ്യൂംസ്, ആ ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ പൂവും ഒക്കെ ഉള്ള കളർഫുൾ ആയിട്ടുള്ള ഷോർട്സ്, ഇതൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? അതിന്റെ പേരെന്താ അങ്ങനെ തന്നെയാ? എന്ത്? സെക്സി ബീസ്റ്റ്. ആ ബ്രാൻഡിന്റെ പേരാണ്. അപ്പം കോസ്റ്റ്യൂംസ് ഒക്കെ ആരാ സെലക്ട് ചെയ്ത് തരുന്നേ? സ്വന്തമായിട്ടാണ്. ചേട്ടൻ ഒരു ഫാഷൻ ഡിസൈനർ ടച്ച് ഉണ്ട്, പക്ഷെ ഫാഷൻ ഡിസൈനർ അല്ല. ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഇമേജ് കൺസൾട്ടന്റ്, അറിയോ അതിനെ കുറിച്ച്? അല്ല, അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ കളേഴ്സ് സൂട്ടാകും, അവരുടെ ഫേസ് കളർ ടോണൊക്കെ വെച്ചിട്ട്, പിന്നെ ഡ്രസ്സ് എങ്ങനത്തെ യൂസ് ചെയ്യാം, ഒക്കേഷണലി എന്ത് ഡ്രസ്സ് ഉപയോഗിക്കണം, അങ്ങനത്തെ കുറച്ച് ബേസിക് നോളജ് എനിക്കുണ്ട്. അപ്പം ഈവൻ മെറീൻ്റെതായാലും കോസ്റ്റ്യൂം ഒക്കെ ഒരു 70-90% 100% കമ്മല് ചൊട്ട എല്ലാം മിത്തേട്ടനാണ്. ഈ ഒരു കോസ്റ്റ്യൂം, ഈ സാരിക്കകത്ത് ചേട്ടൻ എത്രമാത്രം, അല്ലെ ഈ ഇന്നത്തെ ഈ മിരി ചേച്ചിയുടെ ഊട്ടില് ചേട്ടൻ എത്രത്തോളം പങ്കുണ്ട്? ഇന്ന് ഞാൻ ഒന്നും അങ്ങനെ ചെയ്തു. ആകെ ഈ ഹെയർ സ്റ്റൈൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഹെയർ എപ്പോഴും മിത്തേട്ടനാ എനിക്ക് സ്റ്റൈൽ ചെയ്ത് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് സാരി ഒക്കെ സാരി മെറി ടപ്പേ നട്ട് കൊടുക്കും. സാരി അവർക്ക് സെറ്റായിട്ട് ചെയ്യാൻ അറിയാം. ചേട്ടൻ കുറച്ച് ബ്രാൻഡ് ഹോളിക് ആണോ? കാരണം ഇന്ന് ഇട്ടേക്കുന്ന കോഡ് ആണെങ്കിലും സെയിം കളർ സെയിം യൂണിഫോം പോലെ. ഇത് കോസ്റ്റ്യൂം ഞാൻ ചെയ്യിക്കും, പക്ഷെ ഒട്ടും പണ്ടായിരുന്നു ബ്രാൻഡ് ഹോളിക് ആയിരുന്നു. പക്ഷെ അത് പിന്നെ മനസ്സിലായത് വെറുതെ ആണെന്ന്. അപ്പം ഞാനിപ്പം ബ്രാൻഡൊന്നും നോക്കാറില്ല. നല്ലത് എവിടെ കണ്ടു കഴിഞ്ഞാലും ചറപ്പറയെ വാങ്ങി വെക്കും. ഇഷ്ടപ്പെട്ടത് കണ്ട പൈസ നോക്കും എന്തായാലും. പക്ഷെ ബ്രാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇടുമ്പോൾ ആൾക്കാർ ഇത് നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, 10,000-5,000 രൂപ വാങ്ങിച്ചു.
ചില സൈസ് ഒന്നും പാകാവില്ലല്ലോ, നമ്മുടെ രണ്ടുപേരും സൈസ് മാറ്റാണല്ലോ. പക്ഷെ ചിലതൊക്കെ ഓക്കെ. കണ്ടന്റിലാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഭാര്യയെ പേടിക്കുന്ന ഒരു ഭർത്താവാണ്, റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും അതെന്താണ് ഒരു ഗ്ലോബൽ ട്രൂത്ത് ആണെന്ന് തോന്നുന്നത്. ആണോ? സ്നേഹമുള്ള സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യനെ പേടിക്കും. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് കമന്റിൽ എല്ലാ ആൾക്കാരും അങ്ങനെ പറയും. പക്ഷേങ്കില് എനിക്ക് തോന്നുന്നു ഭാര്യയുടെ പേടിയല്ല, ഭാര്യനോടുള്ള ഒരു ഇഷ്ടം, അതൊരു ഒരു കണക്ഷൻ ആണ്. ഇയാൾ എന്തൊക്കെ പറയും ഇതിനുള്ളത് ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോ എനിക്കാണ് മിത്തോട്ടനെ പേടി. ആണോ? എടുക്കാൻ പലതാണ് വിളിച്ച് വന്നിട്ടില്ലെങ്കിൽ എന്നെ ചീത്തൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മള് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതിനകത്തെ കണ്ടന്റ് കിങ് ഓർ ക്വീൻ എല്ലാം മിത്തോട്ടനാ. കണ്ടന്റ് കിങ്ങും ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ കഥാ സംവിധാന സംഭാഷണം മിഥുൻ. അതെങ്ങനെയാണ്? ഭയങ്കര ഭയങ്കര മാച്ചിങ് അതൊരു ബ്രാൻഡ് നെയിം ആയില്ലേ, മീറ്റ് മിരി. ഇപ്പൊ മിലിയും കൂടി. അപ്പം ആക്ച്വലി മീറ്റ് മിരി ഇതിന്റെ ഒരു ഒറിജിനേഷൻ എങ്ങനെയാണ്? ഇത് നമ്മൾ കുറെ പ്രാവശ്യം ആൾക്കാരുടെ ബോറടിക്കും, എന്നാലും ഞാൻ പറയാം. മിറിന്റെ പേര് ഋതുഷ എന്നാണ്. അപ്പൊ മീത്തിന്റെ മീയും ഋതുഷയുടെ റീയും, അതാണ് MIRI മിറി. അപ്പം മീത്തിന്റെ താഴെ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് മീറ്റ് മിരി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് നമ്മൾ ഇതിന് ഉണ്ടാക്കിയാണ്ട് സോഷ്യൽ മീഡിയക്ക് ചെയ്തതല്ല. എന്നെ മിറിന്നാ വിളിച്ചോണ്ടിരുന്നത് കല്യാണം. എനിക്ക് അതൊരു നമ്മളിപ്പോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ വിളിക്കും. ഇപ്പൊ ചില ആൾക്കാർ ബേബി, ഷോന, ഷുട്ടു എന്നൊക്കെ വിളിക്കൂലേ, കുട്ടേട്ടൻ, അപ്പുവേട്ടൻ, വാവേ, അങ്ങനെയൊക്കെ. അതൊക്കെ ഭയങ്കര എല്ലാവരും വിളിക്കുന്ന ഒരു പേരായതുകൊണ്ട് ഞാൻ വെച്ചു നമുക്ക് സ്പെഷ്യലായി നിൽക്കട്ടെ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് റിമി എന്നൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ റിമി ടോമി ഓൾറെഡി ഉണ്ട്, അപ്പൊ നമുക്ക് വേറെ റിമി വേണ്ട. അപ്പൊ ഞാൻ തിരിച്ചിട്ടു, റിമി മിറിയായി. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പം മീത്ത് മിറി നിട്ടപ്പം അത് ശരിക്കും നമ്മളിപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ മീത്തേട്ടാ മിറിയച്ചിന്ന് വിളിക്കില്ല, മീത്ത് മിരി. ഒരു ബ്രാൻഡ് പോലെ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിലും മീത്ത് മിരി അല്ലെങ്കിൽ മിലിയുടെ പേര് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അതങ്ങനെ മാച്ച് പേര് ഇത് മില്ലിയോന്ന് വന്നതൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. ഞാനിങ്ങനെ മിറി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കുറേ സെർച്ച് ചെയ്തു മില്ലിയോന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് യുണീക്ക് ആയിട്ടുള്ള നെയിം കണ്ട് എല്ലാം നോക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ എവിടെയോ ഇറ്റലിയിലോ ജർമ്മനിയിലോ എവിടെയോ പോയിട്ട് വന്നിട്ട് കിട്ടിയ പേരാണ് മില്ലിയോ. പക്ഷെ ശരിയായ പേര് സൈറസ് എന്നാണ് കേട്ടോ. സൈറസ് മില്ലിയോ എന്നാണ് പേര്. സൈറസ് ഒരു പേർഷ്യൻ കിങ്ങിന്റെ പേരാണ്. പിന്നെ സോഡ് എന്നുള്ള അർത്ഥമുണ്ട്. മില്യന് സൂര്യദേവൻ, അതാണ് മെയിൻ മീനിങ്. പിന്നെ മില്യോ എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ്, ഇന്നസെന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ മീനിങ് നോക്കിയിട്ടാണ് ഇട്ടത്. സാധാരണ ഇവിടുത്തെ മലയാളി പേരൻസ് ഒക്കെ മക്കൾക്ക് പേരുന്നത് ദേവൻ, രാജൻ, അഖിൽ. എനിക്ക് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറയും വല്ല മാധവ്ന്നോ അല്ലെങ്കിൽ ഗണേഷ്ന്നോ അങ്ങനെ എന്തൊക്കെ പേരിടും പ്ലീസ്. അപ്പൊ മിത്തായിട്ട് ഏതോ പേർഷ്യയുടെ രാജാവിന്റെ പേരൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. മിരിക്ക് മാധവ് എന്നിടാനൊക്കെ ഭയങ്കര അതും നല്ല മാധവ് ഓൾറെഡി ഉണ്ടല്ലോ ഒരു ഫെയിം ആയിട്ടുള്ള ആള്. അപ്പോഴാണെങ്കിൽ നിങ്ങൾ റീൽസിനകത്ത് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ വരുന്നു. പക്ഷെ നിങ്ങൾ എത്ര സീരിയസ് ആണെന്ന് ചേച്ചിയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ വീഡിയോ വളരെ സീരിയസ് ആയിട്ട് വന്ന് ചേച്ചി ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു കണ്ടന്റ് ആണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നാനുള്ള കാര്യം എന്താണ്? ആക്ച്വലി നമ്മുടെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരുപാട് ലേഡീസ് ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ആൻഡ് ഇപ്പോഴും ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പം രണ്ടുപേരും കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നാണ് ആ ഒരു ഇൻഫർമേഷൻ, ആ പീസ് ഓഫ് ഇൻഫർമേഷൻ പബ്ലിക്കിനോട് പാസ് ചെയ്തത്. അപ്പം അതിനെ ട്രിഗർ ചെയ്തത് അതെന്താന്ന് വെച്ചാൽ മിറി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ അധികം മിത്തായ കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മെറീനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോടും കൂടി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ അത് റിവീൽ ചെയ്തതും അത് ആൾക്കാരിലേക്ക് എത്തിച്ചു. അപ്പോൾ കുറേ യങ് പേരൻസ് പുതിയ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ അവർക്ക് അറിയില്ലെന്ന്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പോഴും ഈ പണ്ടത്തെ 70s 80s ഉണ്ടായിരുന്ന അതേ നോളജാണ് ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് വന്നിട്ട്. പക്ഷെ ഇപ്പം ടെക്നോളജി കംപ്ലീറ്റ്ലി മാറി. ഈ കുറേ അധികം സ്കാനിങ്സും കാര്യങ്ങളൊക്കെ വന്നു. നമുക്കെല്ലാം അപ് ടു ഡേറ്റ് അറിയാൻ പറ്റും. അപ്പം ഈ പണ്ട് തിരിഞ്ഞു കിടക്കാൻ പാടില്ല, തിരിഞ്ഞു കടഞ്ഞ ആമ്പൽക്ക മറ്റേ കോഡ് കഴുത്ത് ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കി. അപ്പം ആൾക്കാർക്ക് അത് ഇഷ്ടമായി, ആൾക്കാർ അത് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം PPT, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് പോലും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഈ ടൈം വന്നപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി നോളജ് ശേഖരിച്ചതിന് ശേഷം നമ്മുടെ ഫാൻസിലേക്കോട്ട് അത് നമ്മൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അതും വളരെയധികം ആൾക്കാർ ഏറ്റെടുത്തു. കുറേ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ലേഡീനെ നന്നായി നോക്കും. അവർക്ക് വേണ്ട ഫുഡ്, അവരുടെ ടൈമിങ്, അവരുടെ താമസം, ഹൈജീനിക് എല്ലാം നോക്കും. അവർ ഭയങ്കര കെയർ കൊടുക്കും. കാരണം നല്ല കുഞ്ഞിനെ വേണമല്ലോ. പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആ പ്രസവിച്ച അമ്മേനെ കംപ്ലീറ്റ് ആയിട്ട് സൈഡാക്കി കളയും, ഇഗ്നോർ ചെയ്യും. പിന്നെ എല്ലാവരും അച്ഛനായാലും അച്ഛമ്മ ആയാലും മമ്മി ആയാലും ഈവൻ ഹസ്ബൻഡ്സ് ആയാലും ഫുൾ കെയറിങ് കൊടുക്കുന്നത് കുട്ടിക്കായിരിക്കും. അതുവരെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്പെഷ്യൽ കെയർ ഒന്നും ശ്രദ്ധിക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇവർക്ക് ആ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വളരെ ഡീപ്പായിട്ട്, ഞാൻ വിചാരിച്ചത് മെരിക്ക് പോസ്റ്റ്മോർട്ടം അത്ര എഫക്റ്റ് ആയിട്ടില്ലെന്ന്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വലിയതായിട്ട് സംസാരിച്ചു. കാരണം നമ്മുടെ TV ഷോസ് ആയാലും ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് ആയാലും നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ പോയിന്റ്. മെറീൻ്റെ കാര്യത്തിൽ നമ്മളത് പിന്നെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് മെരിക്ക് മാക്സിമം നമ്മൾ അറ്റൻഷൻ കൊടുത്തു, മാക്സിമം എന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം അത് അവർക്ക് ഉണ്ടാവും. ഈ ഒന്നാമത് ഈ ഡെലിവറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് വരാം, മൂഡ് സ്വിങ്സ് വരാം. ഈവൻ ഡെലിവറി കഴിഞ്ഞാലും കുഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇവർക്ക് ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഒരു വെർജിൻ ബോഡിയിൽ നിന്ന് പിന്നെ ഒരു കുഞ്ഞ് വന്നതിന് ശേഷമുള്ള കുറേയധികം മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അപ്പം നമ്മൾ ഉള്ള കെയറൊക്കെ കൊടുത്തിട്ടും പിന്നെ എനിക്ക് മനസ്സിലായത് ഇത്ര കെയർ കൊടുത്തിട്ടും ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ, ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലിംഗ് അറിയില്ല, ഡോക്ടറോടൊന്നും സംസാരിക്കുന്നില്ല, എപ്പോഴും പ്രസവിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളോട് പറയുന്നത് പുറത്തിറങ്ങാൻ പാടില്ല, ആൾ കാണുക. ഈവൻ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുമ്പം, ഡെലിവറി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പം ഈ ബെഡിൻ്റെ കോണയിലിരുന്ന് കഴിക്കണം, ആൾക്കാരത് കാണാൻ പാടില്ല. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, ഈ ഇഞ്ചി ഗാർലിക് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുക. പിന്നെ ആര് വന്നു കഴിഞ്ഞാൽ കുട്ടി ഒന്ന് കരയുമ്പോഴത്തേക്കും പറയും കുഞ്ഞിന് പാല് കൊടുക്കും. അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സിൽ ഒരു 10 ആൾക്കാർ വന്നിട്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കുക. നീ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞിന് ആരോഗ്യമില്ല, കുഞ്ഞിന് നിറയില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് സൂക്കേട് വരുന്നു, ഇങ്ങനെ ഇതൊക്കെ പിന്നെ ഇവർ ഈ 4 വാൾസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് എവിടെയും പോകുന്നില്ല. പുറത്ത് പോവോ, ഒരു ഫംഗ്ഷന് പോവോ. ചില ഹസ്ബൻഡുമാർ, ഞാൻ ഈവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഭാര്യയെ ചിലപ്പം കുറച്ചൊരു ഹെൽത്തി ആകും. അപ്പം അവർക്ക് പുറത്ത് കൊണ്ടുപോകാൻ മടി, ആൾക്കാർ മുമ്പിൽ പോകാൻ മടി. കാരണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് കഴിഞ്ഞാൽ പാല് കൊടുക്കണം എവിടെ പോകും. നമ്മൾ അതിനെക്കുറിച്ച് നോർമലൈസ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബ്രസ്റ്റ് ഫീഡിങ് ഇൻ പബ്ലിക്. അതിന് കുറേ വിമർശനം കിട്ടിയിട്ടുണ്ട്. മോർ ദാൻ ദാറ്റ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ പാല് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ ചെയ്തിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞത് വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതല്ലേ. ആക്ച്വലി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു മദറിന് നോ മാറ്റർ വെയർ എവർ യു ആർ, നിങ്ങൾക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ബിരിയാണി തിന്നണമെന്ന് വെച്ചാൽ ആൾക്കാർ കാണുമെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ പോയി തിന്നോ. അപ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവർ ആൾക്കൂട്ടത്തിൽ കൊടുക്കാൻ പാടില്ല, ഇവർ ഒന്നിക്കൽ ബാത്റൂമിൽ എവിടെയും, ഹോസ്പിറ്റൽസ് ആണ് ബാത്റൂമിൽ പോയി കൊടുക്കണം. അല്ലെ അവിടെ ചില ഹോസ്പിറ്റൽസ് ഈ ഫീഡിങ് റൂംസ് ഒന്നും ഞാൻ കാണാറില്ല. വേറെ ചില ഓഫീസുകളിൽ അല്ലെങ്കിൽ ഏതും നമുക്ക് കടകളിലായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള കവറിങ് ക്ലോത്ത്സ് അവൈലബിൾ ആണ്. ബ്രസ്റ്റ് ഫീഡിങ് എന്താ പറയുക, മെറ്റേണിറ്റി വെയർസ് അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രോപ്പറായി കവർ ചെയ്യണം. മേ ബി യൂസ് ചെയ്തൊക്കെ മെറ്റേണിറ്റി ക്ലോത്ത്സ് ആയിരുന്നു. അത് യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ട് ആൾക്കാർ സാരി കൊടുത്താലും മാത്രമേ പറ്റുള്ളൂ, മോഡേൺ ആവശ്യമില്ല. പക്ഷെ അതൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇവർക്ക് ഇവരുടെ പ്രൈവറ്റ് പാർട്ട് കാണിക്കാതെ കുഞ്ഞിന് പ്രോപ്പറായിട്ട് പാല് കൊടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് ഇവരെ റൂമിൽ തന്നെ ഇരുത്തും, പുറത്ത് കൊണ്ടുപോകില്ല, ഫങ്ഷൻസിന് കൊണ്ടുപോകില്ല, എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒരു ട്രാവലോ ഉണ്ടാകുമ്പോൾ ഇവരെ കൊണ്ടുപോകില്ല. ഇതൊക്കെ ഇവർക്കത് അവരെ കംപ്ലീറ്റ് ഒരു പറന്ന് നടക്കുന്ന ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാകുമ്പം അത് കംപ്ലീറ്റ്
അറുത്ത് മാറ്റി ഇവരൊരു തളച്ചിട്ട് പോലെ റൂമിൽ ഇടുന്നതുകൊണ്ടാണ് ഇവർക്ക് ഓൾറെഡി ഡിപ്രഷനൊക്കെ വരുമ്പം ഇതും കൂടി ആകുമ്പോഴത്തേക്കും അതൊരു ഹൈ പീക്ക് ലെവലിലെത്തി. ഇതാരും മനസ്സിലാക്കില്ല. അപ്പം ചേട്ടൻ ഇതിനെപ്പറ്റി സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് വന്ന് സംസാരിച്ചപ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയി. കാരണം അതുവരെ ഭയങ്കര ലവ്ലി ആയിട്ട് കണ്ടന്റ് ഒക്കെ, അതായത് ഫണ്ണി റീൽസ് ഒക്കെ ചെയ്ത ഒരാൾ ഇത്രയും സീരിയസും ഭയങ്കര ഗ്രാഹ്യമായിട്ട് വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. സത്യത്തിൽ ചേട്ടൻ എങ്ങനെയാണ്? ആള് ഫണ്ണി ആണോ അതോ സീരിയസ് ആണോ? എന്താണ്? സീരിയസ് ആവേണ്ട കാര്യത്തിൽ സീരിയസ് ആണ്. ടൈം എങ്ങനെയാണ്? ഫണ്ണിയാണ്. കണ്ടന്റ് ഒക്കെ അപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? മിതേട്ടൻ അങ്ങനെയാണ് മോസ്റ്റ്ലി. കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളെ ഫാമിലിയിലോ റിലേറ്റീവിലോ ഫ്രണ്ട് സർക്കിൾസിലോ അല്ലെ ഓഫീസിലോ എവിടെയെങ്കിലും പോകുന്ന വഴിക്കോ കണ്ട കാര്യങ്ങൾ നമ്മളത് ചിലപ്പം ഇംപ്രവൈസ് ചെയ്തിട്ട് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കും. അല്ലാതെ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടന്റ് കണ്ടിട്ട് അത് കൊള്ളാലോ, അത് കുറച്ചും കൂടി ഒന്ന് മാറ്റി നമ്മളെ രീതിയിൽ ചെയ്ത് ചില ഇൻസ്പയർ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതെ, അത് ഫസ്റ്റ് ഞാൻ വൊമിറ്റ് ചെയ്യും, പ്രഗ്നൻസി അത് കാണിക്കും. അപ്പൊ ഇവര് ചിരിക്കുമ്പോ ഞാനത് അവർക്ക് ഞാനെപ്പോ മിത്താനോട് അറിയും ഇന്റെ ഭഗവാനെ ഇതൊന്ന് ഈ വയറിന് തന്നെ തരാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കുമ്പോ ഒരു കണ്ടന്റും ഇല്ല. അപ്പൊ മിറി എന്തോ എന്നെ ക്ഷാമം ഒരു എന്തോ തെറി വിളിച്ചിട്ട് അകത്തേക്ക് പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാം? അപ്പോഴാണ് എനിക്ക് ഈ ഓർമ്മ വന്നത്. പ്രഗ്നൻസി ഉള്ള സമയത്ത് എപ്പോഴും പറയുന്നത് ഇത്രയും വലിയ വയറ് ഈശ്വര അടുത്ത ജന്മത്തിൽ ഞാനൊരാളായി ജനിക്കണം, എന്നിട്ട് നിങ്ങൾ എന്റെ ഭാര്യയായിട്ട് ഉണ്ടാവണം. അപ്പൊ ഞാൻ അതൊന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് അപ്പൊ ഞാൻ അത് കണക്ട് ചെയ്തൊന്ന് നോക്കി. അപ്പം കുറേ പെൺകുട്ടികൾ നമ്മുടെ ഡ്രീമാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അപ്പൊ അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിയലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊന്നൊരു 30-40 മില്യൺ എന്തോ വ്യൂസ് ഉണ്ട് ആ വീഡിയോസിന്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരാണ് കൂടുതൽ ദേഷ്യം വരുന്നത്? ആരാണ് കലിപ്പൻ? ഇങ്ങനെയൊക്കെ ആരാണ് കൂടുതൽ പൊസസീവ്? ആരാണ് പൊസസീവ് എന്ന് പറയാൻ പറ്റും? കാരണം രണ്ടുപേരും ലുക്കിൽ അടിപൊളിയാണ്, ഒന്നിനൊന്നിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണേലും പുറത്തുനിന്ന് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഉറപ്പാണ് അല്ലെ? ചേട്ടനും നല്ല ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കൂ, കുറച്ച് സമയം ടൈം പാസ് ചെയ്യാം. പക്ഷേ വെറുതെ ആരും അയക്കാറില്ല. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടന്റ് ചേട്ടൻ ഓർമ്മ വരുന്നുണ്ടോ? കാരണം ചേട്ടനാണല്ലോ കണ്ടന്റ് കിങ്. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് അത് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ. ചിലപ്പോ എന്തെങ്കിലും നിന്നെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഒരു അവിഹിത കണ്ടന്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ. കാരണം നീ നമ്മളെ കുറിച്ച് ഭയങ്കര സൗന്ദര്യം ഒക്കെ പറയാണ്. നീ നല്ല ലുക്ക് ആയിട്ടുണ്ട് കാണാൻ. ഒരു മോഡേൺ ഗേള്, ഒരു ട്രഡീഷണൽ ഗേള്. അപ്പൊ മോഡേൺ ഗേളിന്റെ മുമ്പിൽ ഒരു മോഡേൺ ഹസ്ബൻഡ് വന്നിരിക്കുമ്പോ ഭാര്യക്ക് ഉണ്ടാവുന്ന ചില ക്ലീശ സാധനങ്ങൾ ഇട്ട് നമുക്കൊരു കണ്ടന്റ് ആയി. കഴിഞ്ഞിട്ട് ചെയ്യാം. ചേച്ചിയുടെ റിയാക്ഷൻ ചോദിക്കണം. ചേച്ചി പിന്നെയായിരിക്കും ഇതിനുള്ള റിയാക്ഷൻ. ഇല്ല, അക്കാര്യത്തില് ഞാനും ലക്കിയാണ്, മെറിയും ലക്കിയാണ്. കാരണം നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് രണ്ടുപേർക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയാനും ചോദിക്കാനും പറയാനുള്ള എല്ലാ ഫ്രീഡം നമുക്കുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു റിലേഷൻ ഗുലുമാലല്ലേ. എനിക്ക് താല്പര്യമില്ല ആറ്റിറ്റ്യൂഡിലാ ചേച്ചി ഇരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇതുവരെയായിട്ട് അവിഹിതോ അല്ലെങ്കിൽ വേറെ ഒരു പെണ്ണിനെ മിറി എന്നോട് പറയും മിത്തോട്ടാ നോക്ക് ആ കുട്ടീനെ നോക്കി, ആ കുട്ടീൻ്റെ ഡ്രസ്സ് നോക്കി, അവളുടെ സ്കിന്ന് നോക്കി. ഞാൻ പറയാം ചെക്കനെ നോക്കി, അങ്ങനെയൊക്കെ പറയും. ആ കാര്യത്തിൽ നമ്മൾ ഇതുവരെ അടിപിടിയൊന്നും ആയിട്ടില്ല, ടച്ച് വുഡ്. ഇനിയിപ്പം ഫ്യൂച്ചറിൽ അറിയില്ല. കണ്ടന്റായി കൊള്ളാല്ലേ. എനിക്ക് ആരെയും കുടുംബം കലഹം ഉണ്ടാക്കാൻ താല്പര്യമില്ല, എന്നെ വിട്ടേക്ക്. ഓക്കെ ചേട്ടാ, ഒരു അടിപൊളി ഹസ്ബൻഡിന്റെ രീതി ഞാൻ ചോദിക്കുകയാണ്. ചേച്ചിയെ ചാക്കിടാൻ വേണ്ടി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്നത് എന്താണ്? അയ്യോ, ഒന്നും പ്രയോഗിക്കാറില്ല. ഞാൻ അങ്ങോട്ട് പറയാറ ഒന്ന് പ്രയോഗിക്കൂ. കല്യാണം കഴിഞ്ഞ ശേഷല്ലേ? ഞാനോ? അയ്യോ സോറി, ചോദ്യം ചോദിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ചാക്കിലിടാന്നല്ലേ. ഒന്നും ചെയ്യാറില്ല. ഞാൻ പറയാം, ഞാൻ ഒരിക്കലും അടി ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. ഈ പെൺപിള്ളേർക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോ ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തില്ല, അതിനായിരിക്കും അടിയ. നിങ്ങൾ ഒരിക്കലും അനത്തന്നാ വിടൂല,
അതിനെക്കുറിച്ച് സാധനം മേടിച്ചില്ല. എന്ത് ഭാഷ ഇത്? കണ്ണൂർ ഭാഷ. ആ കണ്ണൂർ ഭാഷയിൽ പറ ചേട്ടാ. ഇങ്ങനെ ഞാൻ ഒരു ബിരിയാണിക്കല്ലേ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ചിട്ടില്ല, പഴംപൊരി മേടിച്ചില്ല, കോഴിക്കാൽ മേടിച്ചില്ല. അപ്പൊ ഞാൻ പറയും, എടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പൊടി പിടിച്ചതും ഈ 10 പ്രാവശ്യം 10 ദിവസം ചിലപ്പോൾ ഒരേ ഓയിലൊക്കെ വറുത്തതായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള നീ എന്തെങ്കിലും പറയും, ഞാൻ വാങ്ങിച്ചു തരാം. അതൊന്നും ഇയാൾക്ക് വേണ്ട. അപ്പം അതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടി ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ അടി ഉണ്ടാക്കുകയില്ല. ഒരു പഴംപൊരിയുടെ പേരിലാണോ നിങ്ങൾ ഇത്ര നല്ലൊരു വരവുണ്ടാക്കിയിട്ടുള്ളത്? വഴക്കുണ്ടാക്കിയത്. പിന്നെ ചില സമയം മിറി പണ്ട് ഭയങ്കര OCD ആയിരുന്നു ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തില്. ക്ലീൻ ചെയ്തോണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ നോർത്ത് 22 കാലത്തിനകത്ത് ഫാസില് അത്രക്കില്ല. അയ്യോ അത്രക്കൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടാകും. മിത്തയുടെ പക്ഷെ അങ്ങനെയല്ല. നമ്മൾ രണ്ടാണ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആട്ടോ. ഈവൻ ഫുഡ്, ക്യാരക്ടർ എല്ലാം ഡിഫറെന്റ് ആണ്. മെയിൻ ആയിട്ട് ഡിഫറെന്റ്, ഇപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് മിത്തുവേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം ഒന്നും എടുത്തെടുത്ത് അത് എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ഒന്ന് ഡിസോർഡർ ആയിട്ടുണ്ട്. അത് മില്യോന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ മിത്തുവേട്ടൻ ഒട്ടും ഈ ശ്രദ്ധിക്കാത്ത ആളാണ്. ടവൽ, അത് അവിടെ നനഞ്ഞ ടവല് ബെഡിൽ വെക്കുക, ഗ്ലാസ് ഇങ്ങനെ വെക്കുക. ബെഡിൽ വെക്കാൻ പാടില്ല ചേട്ടാ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പക്ഷെ എനിക്ക് ലക്കാണ്. കാരണം ക്യാബേജ് പുഴുങ്ങി കൊടുത്താലും തിന്നും. മുളക് വേണ്ട, ഉപ്പ് വേണ്ട, ഒന്നും വേണ്ട, മസാല ഒന്നും വേണ്ട. വെറുതെ ചിക്കൻ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് മിത്തോട്ടം കഴിക്കും. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് നല്ല ബിരിയാണി വേണം, കുറച്ച് എരിവുണ്ടായിരിക്കണം, പുളി കുറച്ച് വേണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചോ, ആ സമയത്തായിരിക്കും ഈ കുരിപ്പ് കറി എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇന്ന് പരിപ്പ് കറിയും ചോറും മതി മിത്തോട്ടാന്ന്. ചേച്ചിയുടെ ഒരു 4 നല്ല ക്വാളിറ്റി പറയാമോ? ഞാൻ ചേട്ടൻ എന്ത് പറയും? 4 ഉണ്ടെന്ന് അറിയാം. എന്നാലും നമുക്ക് സമയത്തിന്റെ ഒരു ഇല്ലായ്മ കൊണ്ട് നമുക്ക് ചുരുക്കാം. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളിപ്പം നമ്മളുടെ വഴക്കുകളൊന്നും ഒരിക്കലും പുറത്തു പോകാറില്ല, വഴക്ക് കൂടാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഞാൻ എത്ര കല്ലെറിഞ്ഞാലും അതാണ് എനിക്ക് ദേഷ്യം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. പിന്നെ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര വയ്യാണ്ടായാലും നമുക്കൊരു ടാസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു വർക്ക്, എൻ്റെ ബ്രാൻഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂട്ട്, എന്തായാലും വയ്യാണ്ടായാലും മിരീനോട് നമ്മൾ ചെയ്തു അല്ലേ, ഓക്കെ മിത്തോട്ടാ ഐ എം റെഡി. കുറച്ചൊക്കെ ചിണുങ്ങി മിണുങ്ങൊക്കെ ചെയ്യും, എന്നാലും റെഡി ആയിരിക്കും. പിന്നെ എൻ്റെ എല്ലാ ബ്രാൻഡഡ് കണ്ടന്റും എഡിറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ എഡിറ്റർ മിറിയാണ്. പിന്നെ മിറി മൾട്ടി ടാസ്കിങ് ആണ്. മില്യോനെ നോക്കുന്നുണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യും, വീഡിയോ ചെയ്യും, അതിന്റെ കൂടെ നമ്മള് സംഭാഷണം, പിന്നെ അവളുടെ കണ്ടന്റ് അവള് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫാണ്. പക്ഷെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് മിറിയുള്ളൂ. സീരിയസ് കാരണം എനിക്ക് ഒന്ന് മിറിനോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങള് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മാത്രം മറന്നുപോയ കാര്യങ്ങളായിരിക്കും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ്? അറേഞ്ച് ആണ്. അപ്പം ആ ഒരു മൊമെന്റ്, ദിസ് ഇസ് ഇറ്റ്, ആ ഒരു മൊമെന്റ് എപ്പോഴാണ് ഫീൽ ചെയ്തത്? അയ്യോ, ഒരു വർഷം എടുത്തു ഇങ്ങനെ പെണ്ണ് കാണലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നല്ലോ. പെണ്ണ് കാണൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. മിറി ബാംഗ്ലൂരാണ്, ഞാനും ബാംഗ്ലൂരാണ്. മിറിന്റെ വീട് എൻ്റെ വീടും ജസ്റ്റ് 10 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല, ഇവൻ ഫാമിലി ടു ഫാമിലിയും അറിയില്ല. വീട്ടുപേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മക്കും അച്ഛനും പേടിയിരുന്നു, ഞാൻ ഏതെങ്കിലും നോർത്ത് ഇന്ത്യനോ പഞ്ചാബിനോ ബംഗാളിനോ ഒഡിയക്കാരി ആരെങ്കിലും കല്യാണം കഴിക്കാൻ. എൻ്റെ കൂടെ എപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവും, എൻ്റെ ഫോട്ടോസിലായാലും. മിറിക്ക് കല്യാണം കഴിച്ചപ്പോ എന്റെ ഒറ്റ ഫ്രണ്ട്സിന് ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതില് 3 ഗേൾസ് അല്ലേ, ഹെലൻ, സിന്ധു ആൻഡ് ജ്യോതി. ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ അവര് ഹിന്ദിയിൽ സംസാരിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഹിന്ദി അത്ര വശമില്ല സമയം. അന്ന് മുതലാണ് ഹിന്ദി സീരിയൽ കാണാൻ തുടങ്ങിയത്, ഹിന്ദി പഠിക്കും. ഇവരെന്താ പറയുന്നത് എനിക്ക് അറിയണല്ലോ, എനിക്ക് മനസ്സിലാകുന്നതൊക്കെ. അപ്പൊ ഇവര് ഫുള്ള് മിഥുൻ ക്യാ ബോൾ ദേഷ്യം വരും. മിറി ഇങ്ങനെയായിരിക്കും നമ്മളെ കൂടെ പുറത്തു വരും കേട്ടോ. ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കാം. മിറി ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ആ നാഗവല്ലിന്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ആ പുരുക ഇങ്ങനെ വന്നിട്ട്
അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു 4 months ഒക്കെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറയും എന്റെ ലൈഫ് കോഞ്ഞാട്ടി ആയി തോന്നി, ഇയാൾ എന്നെ ചതിക്കും തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, കാരണം നമ്മുടെ ആദ്യത്തെ ന്യൂ ഇയർ ഉണ്ടല്ലോ, ഫസ്റ്റ് കല്യാണം നവംബറിൽ കല്യാണം കഴിഞ്ഞു, ഡിസംബറിൽ ന്യൂ ഇയർ. അപ്പം മിറി ഇതുവരെ പബ്ബ് പോയിട്ടില്ല, ബാംഗ്ലൂർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനൊക്കെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളെ. അപ്പം ഞാൻ ഇവളെ കൊണ്ടുപോയിട്ട് ലീല പാലസിൽ ബാംഗ്ലൂരിൽ പാർട്ടിക്കൊക്കെ കൊണ്ടുപോയി. അവിടുന്ന് ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കണ്ടേ ഫസ്റ്റ്. മിത്തോടെ ഡാൻസ് ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ തവളനെ പോലെ തുള്ളി തുള്ളി പിന്നെ കൂടെ ജ്യോതിയും സിന്ധു ഒക്കെ ഉണ്ടായിരിക്കും. യെസ്, ജ്യോതി സിന്ധു എല്ലാരും ഉണ്ട്. അപ്പൊ ജ്യോതിന്റെ ഹസ്ബൻഡ് മലയാളി, രഞ്ജിത്തേട്ടൻ ബ്രദറിനെ പോലെ നമുക്ക്. അപ്പൊ രഞ്ജിത്തേട്ടൻ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി ക്ലാഷ് ആയി നിൽക്കാം ഈ കപ്പിൾസ്. അപ്പൊ ഞാൻ ഇവര് ഓടിപ്പോയി എനിക്ക് കാണുന്നില്ല ഇവര്, ഭയങ്കര റഷ്യാണ് അവിടെ. അപ്പൊ ആരോ ഒരാൾ എന്നെ തോണ്ടിട്ട് പോയി. അത് പറയത്തില്ല. അപ്പൊ എനിക്ക് അത് ആകട്ടെ ദേഷ്യായി, സങ്കടം വരുന്നു. അപ്പൊ ഇവരെന്നെ നോക്കുന്നും കൂടെ ഇല്ല. അപ്പൊ അന്ന് രാത്രി പാർട്ടിയൊക്കെ കഴിഞ്ഞവര് എങ്ങനെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ 1 വർഷത്തിനകം ഡിവോഴ്സ് ഭയങ്കര സീരിയസ്. ഇവള് കരഞ്ഞ് മസ്കാര ഐലൈനർ ഒക്കെ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോ ഒരു കാളി, ശരിക്കും ഒരു കാളി. മുടിയൽ പോകുന്ന സമയം മുടിയൊക്കെ സെറ്റായി. ഇവള് അത്രയും ഷോർട്ട് ഡ്രസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഭയങ്കര ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു ഞാൻ കാണുമ്പോൾ. അപ്പൊ ഈ ഒരു ഷോർട്ടൊക്കെ ഇട്ട് ഞാൻ നോക്കുമ്പോ ശരിക്കും ഒരു മോഡേൺ പെൺകുട്ടിയെ വെണ്ണീറിലിട്ടാൽ എങ്ങനെ ഉണ്ടാകും അതേപോലെ മുടിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഫുള്ള് മേക്കപ്പ് ഒക്കെ സ്പ്രെഡ് ആയി, എല്ലാം സ്മഡ് ചെയ്ത് കണ്ണ് നല്ല വെള്ളമെല്ലാം ഒഴിച്ചിട്ട്. അപ്പോൾ എന്നോട് പറയാം, ഈ 1 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്തിരിക്കും, യു ചീറ്റ് എന്നുള്ള പറഞ്ഞു. എനിക്കൊന്നും, ഞാനാണെങ്കിൽ ന്യൂ ഇയർ ആണല്ലോ, അപ്പൊ ആ ഒരു ഓണത്തിലായിരുന്നു ഞാൻ. ഈ പോകുന്ന വഴിക്കുള്ള എല്ലാ ആൾക്കാരും ബാംഗ്ലൂരിൽ നമ്മള് ന്യൂ ഇയറിന്റെ ദിവസം ഭയങ്കര വൈബാണല്ലോ. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ന്യൂ ഇയർ പറയുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്ന്. ഇവളെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവളെ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. ന്യൂ ഇയറിന് ഫസ്റ്റ് വിഷ് ചെയ്തും കൂടെ ഇല്ല, ജ്യോതിനെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗെയിമോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. ചേച്ചിയാണെങ്കിൽ ഒരു ഇമോഷൻ മനസ്സിൽ വിചാരിച്ച് അത് ആക്ട് ചെയ്ത് ചേട്ടനെ കാണിക്കണം. ചേട്ടൻ അത് എന്താണെന്ന് ഗസ് ചെയ്യണം. ഓക്കെ 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 എന്റെ അടുത്ത് മാത്രം പറഞ്ഞു. ഓക്കെ, മനസ്സിലായില്ല? ഓക്കെ. എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്യാറ്? എപ്പോഴാണ് ഞാൻ ചേച്ചി അങ്ങനെ ചെയ്യാറ്? മിത്തേട്ടൻ ഇതെപ്പോഴും ഞാൻ കാണുന്ന ഭാവല്ലേ? ചേച്ചി ഒരു കാര്യം ഉദ്ദേശിച്ചു. അതെ, ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവാറുണ്ട്. ഞാനേ ഒരു ഇറിറ്റേഷൻ ആവട്ടെ. അല്ല, നീ എന്ത് ഉദ്ദേശം പിടിച്ചാലും എന്തെങ്കിലും എടുത്ത് അറിയുമല്ലോ. ഇത് ക്യാമറയുടെ മുന്നിൽ പറയാൻ പാടില്ല. തോറ്റ 3 ചാൻസും കഴിഞ്ഞു. ചേച്ചി തന്നെ പറഞ്ഞോ. മിത്തേട്ട ഫോണ് കളിക്കുമ്പോ ഇടുന്ന എക്സ്പ്രഷൻ ആയിട്ട്. ചേട്ടൻ ഫോണിൽ ഭയങ്കര കളിയാണോ ചേച്ചി? അയ്യോ, രാവിലെ എണീക്കുന്നു അത് എടുത്തിട്ടാ. ആണോ? ആരായി പറയുന്നത്? രാവിലെ എണീച്ചപ്പാടും ഒരു ഹിന്ദി സീരിയല് കാണും. ഏതൊക്കെയോ റൊമാൻറ്റിക് ഹിന്ദി പഠിക്കണ്ടേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് മനസ്സിലാവണ്ടേ, ഡീകോഡ് ചെയ്യണ്ടേ? അപ്പൊ ചേട്ടന് ഞാൻ ഒരു ടാസ്ക് തരാം. ഫോർ എക്സാമ്പിൾ ദേഷ്യം ആകാം, റൊമാൻസ് ആകാം, എന്ത് എക്സ്പ്രഷൻ ആണെങ്കിലും ചേച്ചിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചേച്ചി അത് ഗസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ചേട്ടൻ യൂഷ്വലി റൊമാൻസ് എങ്ങനെയാ കാണിക്കുന്നത് അതൊന്ന് കാണിച്ചു തരണം. റൊമാൻസ് കാണിക്കുന്നത്? യെസ്, ഓൺലി ത്രൂ എക്സ്പ്രഷൻ. ഞാൻ റൊമാൻറ്റിക് ആവട്ടെ, ഇങ്ങനെ ചിരിക്കല്ല. റൊമാൻറ്റിക് ആവുമ്പോ പറയുന്ന ഒരു ഡയലോഗ് എന്താണ്? കൊറേ പറയാറുണ്ട്. ഒരു ഡയലോഗും ആയിക്കോ. ബേബി, you are looking so beautiful today. But you know, you have to control your ego. You have to control your emotions. You know, you are shouting at me all the time. ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഞാൻ നിന്റെ നല്ലതല്ലേ പറയുന്നത്. ചേട്ടൻ റൊമാൻറ്റിക് ആയാലും ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്? അതില്ലേ നമ്മള് ദേഷ്യം പിടിക്കുമ്പോ ഇംഗ്ലീഷിലാ സംസാരിക്കാം. Oh my god, ദേഷ്യം വരുമ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കപ്പിള് നിങ്ങൾക്ക് കമന്റിലോ ഇവര് ദേഷ്യം വരുമ്പോ നിങ്ങൾ എങ്ങനെയാ ഇംഗ്ലീഷ് അങ്ങനെ തന്നെ പറഞ്ഞു. പൊട്ട ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോർ എക്സാമ്പിൾ
മിഥുവേട്ടാ, why you are doing this? Why you are keeping മിറിന്റെ your ഒരു towel here? സ്ഥിരം ഡയലോഗ് ഉണ്ട്, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം എടുക്കും. അപ്പോൾ ഞാൻ പറയും, ബേബി ദിസ് ഇസ് ടു മച്ച്, ഓക്കെ, യു കാൻ സേ ദിസ് ടു മീ. പക്ഷേങ്കിൽ നമ്മൾ അടി ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അങ്ങനെ ഞാൻ അടി ചെയ്യില്ല. മിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ സംസാരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത് അമ്മ കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് ശീലമായിപ്പോയി. അതെ, പിന്നെ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇംഗ്ലീഷിൽ അതങ്ങനെയല്ല. മലയാളത്തിൽ പറയുമ്പോ ഭയങ്കര ഹേർട്ട് ടച്ച് ആവില്ലേ? അത് ഇംഗ്ലീഷിൽ അത് ഇന്റൻസിറ്റി കുറഞ്ഞു. അതുകൊണ്ടാണ് വേറെ രണ്ടാമത്തെ കാര്യം. ഇംഗ്ലീഷിൽ എന്ത് തെറി പറഞ്ഞാലും intensity കുറവാ. മലയാളത്തിൽ തെറി പറിച്ചാൽ തന്നെ തീർന്ന് ഒട്ടും ബഹുമാനമില്ല. ചേട്ടാ, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ നമ്മുടെ രൺവീർ സിംഗിന്റെ ഒരു എന്നെ ഈ സൈഡ് നോക്കി ദീപിക പതുക്കെ അതെനിക്ക് തോന്നിയില്ല. ദീപിക പതച്ച പോലെ ഉണ്ട്. ആക്ച്വലി നമ്മുടെ കമന്റ് അടിയിൽ കളിയാക്കുന്നതായിരിക്കാം ചിലപ്പോ, പക്ഷെ സ്നേഹമുള്ള ആൾക്കാരും സത്യമായിട്ട് എനിക്ക് ചേട്ടന്റെ കോസ്റ്റ്യൂമും ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കണ്ടപ്പോ ഈ സൈഡിൽ നിന്ന് ആണോ രൺവീർ സിംഗിനെ പോലെ ഉണ്ട്. ഞാൻ കോപ്പി എന്നല്ല, ഇൻസ്പയർഡ് ആയിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഷോസ് അവാർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ രൺവീറിന്റെയും ദീപികന്റെയും ആ കോംബോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഗസ് കറക്റ്റ് ആണ് അല്ലേ? ഇടക്കിടക്ക് ആരെല്ലോ പറയാറുണ്ട് അല്ലേ കേരളത്തിലെ രൺവീർ സിംഗ്. രൺവീറിന്റെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഭയങ്കര ഒരു ക്രേസി ആണല്ലോ. പിന്നെ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യും ആ സാധനം. അപ്പൊ അതേപോലെ ഞാനും കീറിയതും അവിടെ തൂങ്ങുന്നതും ഇവിടെ തൂങ്ങുന്നതും ഹൈലൈറ്റ്. ഞാൻ അടുത്ത പ്രാവശ്യം നിനക്ക് കൊണ്ടുത്തരാന്ന് ഇട്ടതല്ല ഇടാതെ ന്യൂ. ഓക്കെ, അപ്പൊ ഞാൻ അഡ്രസ് കൊറിയർ ചെയ്തേക്കാം. നമ്മൾ എപ്പോഴാ കാണുന്നതെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അപ്പം ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം ടോക്കിംഗ് ടു യു പീപ്പിൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ഇന്റർവ്യൂ. സോ അതൊന്ന് മലയാളത്തിൽ പറയാം. ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു നല്ല സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ. മതിയോ? So it was Meet and Miri with us, and this is Shana signing off. Bye. Nice. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.